Hi guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഒഫീഷ്യൽ ട്രിപ്പ് ആയിട്ട് വയനാട്ടിലെ ജാതിക റിസോർട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മീഡിയ ടീം എല്ലാവരും ഉണ്ട്. ഇന്ന് ഒരു 11 മണിക്ക് അങ്ങനെയാണ് ഇറങ്ങാൻ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് അല്ലാത്ത പണിയൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ അതിലാണ് എല്ലാവരും ഉള്ളത്. സോ ഇതാണ് നമ്മളെ ടീം ലീഡർ റമീസ് സർ. നമ്മൾ ഇറങ്ങാൻ പോവാണ്. താത്ത ഗൈസ്, ഇവിടെ ഞങ്ങളുടെ ഒരു ടീംമേറ്റ് ആണിത്. Let's go. As usual, cold ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മാസ്ക് യൂസ് ചെയ്യും. കമ്പനിക്ക് ഒരാളും കൂടി ഉണ്ട്, നസ്മി താത്ത. അപ്പൊ ഈ വണ്ടിയിൽ സാർമാര് നമ്മൾ മാത്രമാണ്, ചിക്കന്മാരൊക്കെ വേറെ. സോ ഗൈസ്, നമ്മൾ പോയി വരാം. ഓക്കെ, നല്ല വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ ചായ കുടിച്ച് കിരുത്തി. നിങ്ങൾ അതിനെ ചായ കുടിച്ചിക്കോ? നീ അല്ലേ പറഞ്ഞേ നീ ഒന്നും കഴിച്ചില്ല. ഓക്കെ, സാറുമാര് ഫുഡ് വാങ്ങി തരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. എന്തൊക്കെ കഴിച്ചെന്നറിയോ? 2 പൂരി, 1 പുട്ട്, 2 മുട്ട. ഓക്കെ ഗൈസ്, ഒരു ഫുഡ് കഴിക്കാണ്. ഫുഡ് വാങ്ങി തരുവാണെങ്കിൽ അത് കഴിക്കുന്നേരം കാണിച്ചുതരാം. ഓക്കെ, Now I'm feeling those winter blues, but I don't wanna cry. അങ്ങനെ നമ്മൾ ഫൈനലി ഫുഡൊക്കെ കഴിച്ച് ജാതിക റിസോർട്ടിലെത്തി. എപ്പോഴും ഒറ്റ സ്വഭാവം കൊണ്ട് നടക്കുന്ന ഗൗതം ചിത്ത് എന്റെ ഒന്നല്ല. ഷൂട്ട് ചെയ്യാൻ പോവാ. നസ്മി ഇതിനകത്ത് കയറി. തണുപ്പ് വേണ്ടെങ്കിൽ വേണ്ട. നല്ല ഇഞ്ചി ജ്യൂസ്, കോൺവം സൂപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇഞ്ചി. പക്ഷെ എന്തോ നല്ല ടേസ്റ്റ് വെച്ചാൽ തമിഴ്നാടുണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടുണ്ട്, ഷൂട്ടിന് പോട്ടെ, കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് എത്തി. ഗൈസ്, ഒരാളിവിടെ നല്ല ഉറക്കാണ്. നാളെ ഉണ്ടോടി ട്രിപ്പിന് വന്നിട്ട് കിടന്ന് ഉറങ്ങേ? വാ. നല്ല ഇരുട്ടാവും, ഒന്നും കാണൂല.
എന്താ തുള്ളി കളിക്കുന്നത്? ഇതിപ്പോ ഉരുണ്ട് കെട്ടുന്ന പറ്റിച്ചു ഓടി ഒരു നല്ലോ പറഞ്ഞു നോക്കി ഇതിന്റെ ഉള്ളിലേക്ക് പോവാന്നാ പറയുന്നത്, പക്ഷെ ഭയങ്കര ഇരുടാണ്. നോക്കി നോക്കാം നമുക്ക് എന്തായാലും. അഞ്ച് കൊടുത്തരും നമ്മളങ്ങോട്ട് പോവാ. ഇത് കേറി ഇറങ്ങണം. നീ എല്ലാരും കേറണോ? എല്ലാരും കേറണോ? എടുക്കണ്ടേ? ഇപ്പൊ ഇത് പെട്ടെന്ന് അങ്ങനെ നമ്മള് താഴെ പോയി. എന്റെ അമ്മേ, എനിക്ക് കയറ്റം നമ്മള് കയറണം. ഗൗതം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. എന്ത് കയറ്റം കയറുന്നതാ? മാത്രല്ല ഇറക്കവും പ്രശ്നം. ആദ്യമായിട്ട് ജാതി കഴിച്ചോ കേട്ടോ. എടാ നല്ലാണോ? നിലത്ത് വിടാനല്ലോ. അവിടെ പൊടിയിട്ട് പൊടി. പക്ഷെ ചെറിയൊരു ചാർപ്പുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നെല്ലിക്കൊക്കെ തിന്നേ. എന്താടാ താത്തേ? ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ താത്ത. എടി ഇത് പാറങ്ങനെ പൊളിന്ന് ആലോചിച്ചാ ഈ ചതഞ്ഞു പോകുന്ന നമ്മളും ചതഞ്ഞല്ലോ. ക്യാമറാമാൻ അജിഷരാജിനൊപ്പം നയന. അട്ടനെ കാണുന്നില്ല, പക്ഷെ ചോരണ്ട് ഗൈസ്. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി അട്ടേൻ്റെ കടിയൊക്കെ കൊണ്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ചായ റെഡി ആയിരുന്നു. അങ്ങനെ നല്ല എണ്ണക്കടിയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരുറക്കൊക്കെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് സന്ധ്യയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഷോർട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് പിന്നെ അവിടെ DJ ഹാളുണ്ട്. അപ്പം ഞങ്ങളാകെ 3-4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഒരു പാട്ടൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് തുള്ളി. നല്ല തണുപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ബാക്ക് ടു റൂമിലേക്ക് പോയി. അങ്ങനെ കുറച്ച് പാട്ടും ഡാൻസൊക്കെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളിവിടെ റെഡിയായി. ഞങ്ങളല്ല, ഞാൻ റെഡിയായി. അജിഷ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തി ഒരു എണീറ്റിട്ടും കൂടെ അല്ല, ഇതാ ഉറങ്ങി തീർക്കാൻ വേണ്ടി വന്നതാണ് അവിടെ. ഞങ്ങളെ ആയിട്ട് അതിനും പറ്റുന്നില്ല. സോ ഇന്ന് കുറച്ച് വീഡിയോസും കൂടെ എടുക്കാനുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവും. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ അയച്ച് എനിക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണും. എന്താ പരിപാടി ജിഷ്ണു? എന്താ പരിപാടി? ഗൗതംജിത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൂംസ് ആണ്.
അറ്റ്മോസ്ഫിയർ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് രാവിലെയാണ്. പക്ഷെ രാവിലെ അല്ല, ഇത് നല്ല നട്ടുച്ച 2 മണി സമയമാണ്. ആ സമയത്താണ് ഇത്രയും നല്ലോണം കോട ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിനി ലഞ്ചും കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നെസ്ന ഇവിടെ പാക്കിംഗ് ഒക്കെ ചെയ്യാണ്. 2 ദിവസത്തെ ഉറക്കത്തിന് ശേഷം അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ എത്തിയാണ്. ഈ ഫുഡും കഴിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മളിവിടുന്ന് പോകുന്നതായിരിക്കും. I've been thinking about myself today. അങ്ങനെ ഒരു ദിവസത്തെ ഷൂട്ടും കുറച്ച് നല്ല മെമ്മറീസൊക്കെ ആയിട്ട് നമ്മൾ ജാതികേനോട് യാത്ര പറഞ്ഞിറങ്ങി. അങ്ങനെ വൈകുന്നേരം ഒരു 6:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ തന്നെ എത്തി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിയിലെത്തി, പഞ്ചൗട്ട് ചെയ്ത് ഇനി വീട്ടിലേക്ക് പോട്ടെ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. Pretty weird that day when we did not exchange our